ഇൻ ഹുപ്പോസ്റ്റാസിസ് എന്നുള്ള ഒരു ഗ്രീക്ക് വാക്കാണ്. അതായത് എസൻസ് ഒന്നാണ്, ബട്ട് 3 വ്യക്തികളുണ്ട്. ഊസിയ ഒന്നാണ്, ഹുപ്പോസ്റ്റാസിസ് എന്ന് പറയുന്ന പേഴ്സൺ എന്ന് പറയുന്നത് 3 എണ്ണമുണ്ട്. അതായത് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ഇൻ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ഗോഡ്. ഗോഡ് ഈസ് 1 എന്ന് പറഞ്ഞാൽ, ഹു ഈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ 1 ഇൻ ഊസിയ, ഗോഡ് ഈസ് 3 എന്ന് പറഞ്ഞാൽ 3 പേഴ്സൺസ് ഉണ്ട്. ആര്യസിന്റെ കാര്യം വീണ്ടും അതിനകത്ത് നാം കാണുന്നുണ്ട്. ആര്യസിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞു there was a time when Jesus was not existed എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഹോമോ ഊസിയസ് എന്ന് പറഞ്ഞാണ്. ഹോമോ, ഈ ഒരു സ്ക്രീൻ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു ഐ എന്ന് പറയുന്ന ഹോമിയോ ഊസിയസ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞു, അതായത് അത് ഈ ഒരു ഡിസ്കഷന്റെ കോണ്ടക്സ്റ്റ് ആണ്. അദ്ദേഹം ഇങ്ങനെ അവസാനം അദ്ദേഹം തോൽവി സമ്മതിച്ച സമയത്ത്, അല്ലെങ്കിൽ തോക്കുമെന്ന് മനസ്സിലായ സമയത്ത് ഒരു ട്വിസ്റ്റ് കൊണ്ട്, അതായത് ഹോമിയോ ഊസിയോസ്, അതായത് സിമിലർ സബ്സ്റ്റൻസ് എന്ന് ആക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത് അപ്പോൾ അവിടുത്തെ മൂപ്പന്മാരെല്ലാവരും പറഞ്ഞു ഹോമോ ഊസിയസ്. അയോട്ട എന്നുള്ള ഒരു ഐ എന്നുള്ള ഒരു വാക്കിനെ ചൊല്ലി ദിവസങ്ങൾ ചർച്ച നടന്നതായിട്ടാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹോമോ ഊസിയോൻ എന്ന് പറഞ്ഞാൽ സെയിം സബ്സ്റ്റൻസ്. അതാണ് അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെയുള്ള ഏക സത്യമാകുന്നു. ഊസിയ പിതാവിന്റെ ആ ഉണ്മ, ആ വ്യക്തിത്വം തന്നെയാണ് പുത്രനുമുള്ളത്. യഹോവ വിറ്റ്നസസ് എന്ന് പറയുന്ന ഇപ്പൊ ഒരു കൾട്ട് ഗ്രൂപ്പ് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരും പറയുന്നത് എന്താണ്? അവർ പറയുന്നത് എന്താണ്? യേശു കർത്താവ് സൃഷ്ടിക്കപ്പെട്ടവനാണ്, ഒരു ഡെമി ഗോഡാണ്, അല്ലെങ്കിൽ എന്നാൽ മനുഷ്യനല്ല, എന്നാൽ ദൈവത്തിന്റെ താഴെയുള്ള ഒരു കുട്ടി ദൈവം എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് ഈ നിഖ്യ വിശ്വാസ പ്രമാണം ആ ഒരു ഉപദേശത്തെ, നിഖ്യ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിൽ നയിക്കപ്പെട്ട സഭാപിതാക്കന്മാർ ചേർന്നെടുത്ത ഒരു അവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുള്ള ഏക സത്യമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു വാദഗതി അതിൽ നിന്ന് നമുക്ക് ഒഴിവായതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഗോഡ് ഇസ് 1, ഗോഡ് ഇസ് 3 എന്ന് പറയുമ്പോൾ അടുത്തതിലേക്ക് നമ്മൾ പോകുന്നത് ഗോഡ് ഇസ് എ ഡൈവേഴ്സിറ്റി. സോ നമ്മൾ ദൈവത്വത്തിൽ നമുക്ക് പിതാവിനെ വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, പുത്രനെ വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, പരിശുദ്ധാത്മാവിനെയും വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ദൈവം ഒന്നാണ്, ദൈവം 3 ആളത്വങ്ങളാണ്. എന്നാൽ ഈ ആളത്വങ്ങൾ തന്നെ ഒന്നായിരിക്കുമ്പോൾ തന്നെ ഇവ വ്യത്യസ്തങ്ങളുമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് പിതാവ് സകലത്തെയും ജനിപ്പിക്കുന്നവനാണ്, പുത്രൻ ജനറേറ്റഡ് ആണ്, അതായത് പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. ദെൻ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നതാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതായത് ഫാദർ ജനറേറ്റ്സ്, സൺ ജനറേറ്റഡ്, ഹോളി സ്പിരിറ്റ് പ്രൊസീഡ്സ്. കുറച്ചുകൂടി ഒരു മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എന്ന മാധ്യമത്തിലൂടെ പരസ്പരം ഒന്നായി തീർന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു രക്ഷയുടെ രക്ഷ നമുക്ക് സാധ്യമാക്കി തരാനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് വേണം ഈ ഒരു തൃത്വ ഉപദേശത്തെ നാം മനസ്സിലാക്കാനായിട്ട് നാം ശ്രമിക്കേണ്ടത്. അതായത് ഫാദർ ഫങ്ഷൻസ് ആസ് ദ ഗ്രൗണ്ട് ഓഫ് ദ, എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പിതാവാണ്. ഈ പിതാവിനെ നമുക്ക് മനസ്സിലാക്കി തരികയും നമുക്ക് രക്ഷ നൽകി സാധിപ്പിച്ചു തരികയും ചെയ്ത ആളാണ് പുത്രൻ. ദെൻ ഈ പരിശുദ്ധാത്മാവ് ഫങ്ഷൻ ആസ് എ ഡിവൈൻ പവർ ആക്റ്റീവ് ഇൻ ദ വേൾഡ്, കംപ്ലീറ്റർ ഓഫ് ദ ഡിവൈൻ വിൽ ആൻഡ് ദ പ്രോഗ്രാം. ഇത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. പിതാവിലാണ് സകലവും അധിഷ്ഠിതമായിരിക്കുന്നത്. പിതാവിനെ വെളിപ്പെടുത്തി തന്നത് പുത്രനാണ്. ഈ പുത്രനിലൂടെയാണ് നമുക്ക് മനുഷ്യരായ നമ്മുടെ രക്ഷ സാധ്യമാക്കി തന്നത്. എന്നാൽ ഈ ഒരു പ്രവൃത്തി ഇന്ന് ലോകത്തിൽ അറിയിക്കുകയും ഈ ദൈവത്തിന്റെ ഈ പദ്ധതിയെക്കുറിച്ച് മനുഷ്യർക്ക് ബോധ്യം നൽകുകയും ഈ ദൈവിക പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ഒരു ഏജന്റാണ് പരിശുദ്ധാത്മാവ് എന്ന് നാം മനസ്സിലാക്കണം എന്ന് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ദൈവത്തിന്റെ ഓണ്ടോളജിക്കലി ആൻഡ് ഫങ്ഷണലി ദേ ആർ 3, ബട്ട് 3 കമ്പോസസ് യൂണിറ്റ്. അതായത് ഞാൻ സിമ്പിളി ആരാണെന്നോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിലോ അവർ 3 വ്യക്തിത്വങ്ങളാണ്, ബട്ട് അവർ ഒന്ന് തന്നെയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫാദർ ക്രിയേഷൻ, സൺ റിഡംഷൻ, ഹോളി സ്പിരിറ്റ് ദ കംപ്ലീറ്റർ ഓഫ് ദ
ഡിവൈൻ പ്രോഗ്രാം. ഈ അർത്ഥത്തിൽ ആണ് വേദപുസ്തകത്തിൽ ഈ ദൈവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സോ ഈ ദൈവത്തിന്റെ ഒരു യൂണിറ്റി പെരിക്കോറിസിസ് എന്നുള്ള ഒരു വാക്കിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തിയോളജിക്കൽ ഒരു ടേം ആണ്. ഞാനത് നമുക്കൊന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ വാട്ട് ഇറ്റ് മീൻസ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ എങ്ങനെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പഴയകാലത്ത് ഉപയോഗിച്ചൊരു വാക്കാണ് പെരിക്കോറിസിസ് എന്ന് പറയുന്നത്. they living in loving joyful relationship, everything sharing everything fully. സോ ഈ ഒരു വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. they are living in loving joyful relationship, sharing everything fully. പിതാവിന് എന്തുണ്ടോ അത് പുത്രനുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നു, പുത്രനും പിതാവിന് എന്തുണ്ടോ അത് പരിശുദ്ധാത്മാവും ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അന്നത്തെ കാലത്ത് ആളുകൾ വിശദീകരിക്കാനായിട്ട് ഉപയോഗിച്ച ഒരു വാക്കാണ് നമ്മളൊരു ഗ്രൂപ്പ് ഡാൻസ്, ഒരു ഡിവൈൻ ഡാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ചുവട് വെക്കുന്നു, ഒരു ഐക്യത്തിൽ ചിട്ടയായി ചുവട് വെക്കുന്ന ഒരു ഡാൻസ് പോലെയാണ് ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഡിവൈൻ ഡാൻസ് അൺബ്രേക്കബിൾ ബോണ്ട്, അതായത് ഈച്ച് പേഴ്സൺ ഇൻ ദ ട്രിനിറ്റി moves together in perfect harmony without losing their uniqueness. ഇതൊരു വലിയൊരു മർമ്മമാണിത്. നമുക്ക് മനസ്സിലാക്കാവുന്നതിന് അപ്പുറമായിട്ടുള്ള വലിയൊരു മർമ്മമാണിത്. കാരണം ഇത് ദൈവത്വത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. നമുക്കത് വേദപുസ്തകത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് അത് വിശ്വസിക്കാൻ മാത്രമേ കഴിയുള്ളൂ, നമുക്ക് തരമുള്ളൂ. എന്നാൽ ഇതിങ്ങനെയാണ് ഇതിന്റെ സത്യം. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്താണ് ഷെയറിങ് എവറിത്തിങ് ഫുള്ളി. അതൊരു അൺബ്രേക്കബിൾ ബോണ്ടാണ്, പെരിക്കോറിസിസ്. ഒരാൾ മറ്റൊരാളിൽ ഇഴ ചേർന്നിരിക്കുന്ന ഒരു ബന്ധം. അത് നമുക്ക് അതിന്റെ പൂർണ്ണത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. സോ ഇനി ഞാൻ കുറച്ചുകൂടി ഇതെങ്ങനെയാണ് ഈ ഉപദേശം രൂപപ്പെട്ടു വന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഒരു പെർസ്പെക്റ്റീവ്, ഹിസ്റ്റോറിക്കൽ നറേറ്റീവില് നമുക്ക് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമുക്കറിയാം, ബൈബിള് വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, യേശു കർത്താവിന്റെ ആദ്യകാല വിശ്വാസികൾ ബഹുഭൂരിപക്ഷവും, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ശിഷ്യന്മാർ ബഹുഭൂരിപക്ഷവും ആരായിരുന്നു? യഹൂദന്മാരായിരുന്നു. പ്രത്യേകിച്ച് യഹൂദ മതത്തിൽ വളരെ ആഴമേറിയ പാണ്ഡിത്യമുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു ഈ യേശു കർത്താവിന്റെ ആദ്യകാല ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ. സോ യഹൂദന്മാർ എപ്പോഴും പറയുന്ന ഷെമ്മ എന്നുള്ള ഹിയർ ഓ ഇസ്രായേൽ ഷെമ്മ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന, അവർ ഈ ഒരു വിശ്വാസ പ്രമാണമാണ്. ആ പ്രമാണം എപ്പോഴും അവർ ഉരുടുമായിരുന്നു, എപ്പോഴും അവരിങ്ങനെ റിസൈറ്റ് ചെയ്യുമായിരുന്നു. അത് ആവർത്തന പുസ്തകം അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവമായ യഹോവ ഏകൻ തന്നെ, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ള ഹീറോ ഇസ്രായേൽ, ദ ലോർഡ് യുവർ ഗോഡ്, the Lord is one. Love therefore, അതായത് ദൈവം ഏകനാണ് എന്ന് ഷെമ്മയില് അടിയുറച്ച് പറയുന്നു. അതായത് ഏകനായിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സേവിക്കണം എന്ന് വിശ്വസിക്കുകയും അത് പറയുകയും പഠിപ്പിക്കുകയും അത് ഹൃദയത്തിൽ എഴുതുകയും ചെയ്ത ഒരു കൂട്ടം ആളുകളായിരുന്നു യേശു കർത്താവിന്റെ ആദ്യകാല ശിഷ്യന്മാർ. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻസ്, അല്ലെങ്കിൽ ആദ്യ കർത്താവിന്റെ ശിഷ്യന്മാരും അതുപോലെ ആ സബ്സിക്വന്റ് 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ ഭൂരിഭാഗവും യഹൂദ മത അനുസാരികളായിരുന്നു, യഹൂദ മതക്കാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദെൻ അവര് യേശു കർത്താവിനെ ഈ പഴയ നിയമത്തിലെ ലോഡായിട്ട് അവർക്ക് വിശ്വസിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഹൂദന്മാർ ദൈവം ഏകനാണ് എന്ന് വിശ്വസിച്ചിരുന്ന യഹൂദന്മാരായിരിക്കുന്ന യേശു കർത്താവിന്റെ ശിഷ്യന്മാർ, അവർ യേശു കർത്താവിനെ ദൈവമായിട്ട് മനസ്സിലാക്കുന്നതിന് അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ചില വാക്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ യോഹന്നാന്റെ 1:1 നമ്മൾ എന്താണ് കാണുന്നത്? വചനം ദൈവമായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. റോമർ 9:5 നമ്മൾ അങ്ങനെ ഒരു സെന്റൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് തീത്തോസിൻ ലേഖന 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തില് യേശു കർത്താവിനെ മൈറ്റി ഗോഡ് എന്ന് പൗലോസ് അപ്പോസ്തലൻ അഭിസംബോധന ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു കുട്ടി ദൈവമാണെന്ന് പഠിപ്പിച്ചിരുന്ന വിശ്വസിക്കുമ്പോൾ ഈ ഒരു വാക്യങ്ങൾ യോഹന്നാൻ 1:1 വചനം ദൈവമായിരുന്നു,
അതുപോലെ തന്നെ തീത്തോസ് 2:13 പറയുന്ന എന്താണ് മഹാദൈവം എന്നുള്ള വാക്കുകളൊക്കെ യേശു കർത്താവിൽ അവര് വിശ്വസിക്കുകയും യേശു കർത്താവിനെ ദൈവമായിട്ട് അവർ ആരാധിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് തോമസിന്റെ കാര്യം നോക്കാം. തോമസ് അപ്പോസ്തലന്റെ കാര്യം നോക്കാം. ഈ തോമസ് അപ്പോസ്തലന് യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്തതിന് ശേഷം തോമസിന് പ്രത്യക്ഷനായി കഴിയുമ്പോൾ തോമസ് യേശു കർത്താവിനെ അഭിസംബോധന ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള വാക്കുണ്ട്. നമുക്കറിയാം, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞ് കർത്താവിനെ നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് യഹോവ ഏകനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന യഹൂദന്മാരായിരിക്കുന്ന യേശു കർത്താവിന്റെ ശിഷ്യന്മാരും അവരുടെ അനുയായികളും യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നതിൽ അവർക്ക് യാതൊരു പ്രശ്നവും കണ്ടില്ല. കാരണം അവർക്ക് മനസ്സിലായി യേശു ക്രിസ്തു ദൈവമാണ് എന്ന് അവർക്ക് മനസ്സിലായി. ദെൻ ആദ്യ നൂറ്റാണ്ടില് യേശുക്രിസ്തു പോയതിനു ശേഷം ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് പരിശുദ്ധാത്മാവിലൂടെ അവർക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. യേശു കർത്താവിന് പകരമാണ് അവർ പരിശുദ്ധാത്മാവിനെ കണ്ടത്. സോ അതുകൊണ്ടൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ അനന്യാസിന്റെയും സഫീറിയുടെ ഒക്കെ അപ്പോസ്തല പ്രവൃത്തിയുടെ 5-ാമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ അനന്യാസിനോട് പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത്? അടുത്ത സെന്റൻസ് എന്താണ് പറയുന്നത്? മനുഷ്യനോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അവർ പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ട് വിശ്വസിക്കുന്ന അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞൊരു ശക്തിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തില് പരിശുദ്ധാത്മാവിന് ബുദ്ധിയുണ്ട്. കാരണം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവിന് വില്ലുണ്ട്, ഇച്ഛാശക്തിയുണ്ട്, ഇമോഷൻസ് ഒക്കെ ഉള്ളതായിട്ട് വേദപുസ്തകത്തില് അവര് മനസ്സിലാക്കിയിരുന്നു എന്ന് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ 1 Corinthians 2:10, 12:11, റോമർ 8:26, 27 വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. യേശു കർത്താവിന്റെ പ്രാരംഭകാല ശിഷ്യന്മാർ ബഹുഭൂരിപക്ഷം യഹൂദന്മാരായിരുന്നു. അവർ വിശ്വസിച്ചില്ല, യഹൂദ മതം അവരെ പഠിപ്പിച്ചിരുന്നത് ദൈവം ഏകനായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഏകനാണ് എന്ന് വിശ്വസിച്ചിരുന്ന യഹൂദന്മാർക്ക് യേശു കർത്താവ് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നതിനും യേശു കർത്താവിനെ ആരാധിക്കുന്നതിനും യാതൊരു പ്രശ്നവും അവർ കണ്ടില്ല. അതിനുശേഷം യേശു കർത്താവ് ഉത്ഥാനം ചെയ്തതിനു ശേഷം യേശു കർത്താവിന്റെ സാന്നിധ്യം അവർ പരിശുദ്ധാത്മാവിലൂടെ അറിഞ്ഞു. പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ട് അവർ കണ്ടു. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുതെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ നിങ്ങളുടെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ അവർ പറഞ്ഞു, പഠിപ്പിച്ചു. അങ്ങനെ ഈ ദൈവത്വത്തിന്റെ 3 ആളത്വങ്ങളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഒരു പ്രവൃത്തി ഈ ആദിമ സഭയ്ക്ക്, ആദിമകാല വിശ്വാസികൾക്ക് അവർക്ക് അനുഭവിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ ബെനഡിക്ഷൻ പറയുന്ന സമയത്ത് മേ ദ ഗ്രേസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദ ലവ് ഓഫ് ഗോഡ് ആൻഡ് ദ ഫെലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ബി വിത്ത് യു ഓൾ എന്ന് അവര് ആ ബെനഡിക്ഷൻ ആശീർവാദം കൊടുത്തു. അവിടെ നമുക്ക് നോക്കണം, 3 വ്യക്തികളെയും 3 തരംതിരിച്ചിരിക്കുന്നു, അല്ലെ? മേ ദ ഗ്രേസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ലവ് ഓഫ് ഗോഡ് ആൻഡ് ദ ഫെലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ബി വിത്ത് യു ഓൾ. ഇത് പല ബെനഡിക്ഷൻസിലും പല ലേഖനങ്ങളുടെ അവസാനം നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ദൈവം ഏകനാണ്, പക്ഷെങ്കില് ദൈവത്തിൽ 3 ആളത്വങ്ങൾ ഉള്ളതായിട്ട് ഈ ആദിമ സഭ, ആദിമ വിശ്വാസികൾ, പ്രത്യേകിച്ച് അപ്പോസ്തലന്മാർ വിശ്വസിച്ചിരുന്നു. അവർ ലേഖനം പൗലോസ് അപ്പോസ്തലനെ പോലെ ഉള്ള ആളുകൾ ലേഖനം എഴുതിയപ്പോൾ ഇത് കോട്ട് ചെയ്തു. അവർ കാണുമ്പോഴൊക്കെ ശലോം എന്ന് പറയുന്ന പോലെ തന്നെ ഡിപ്പാർട്ട് ചെയ്യുന്ന സമയത്ത് പിതാവിന്റെ, യേശു കർത്താവിന്റെ സ്നേഹം, പിതാവിന്റെ കൃപ, പിതാവിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, ഇങ്ങനെ 3 പേരെയും വേർതിരിച്ച് അവർ മനസ്സിലാക്കിയിരുന്നു, പഠിച്ചിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ പെരിക്കോറിസിസ് എന്നുള്ള മ്യൂച്വൽ ഇന്റർപെനിട്രേഷൻ എന്നുള്ള ആ ഒരു വാക്ക് നമുക്കത് പിന്നീട് ചിന്തിക്കാം. കൊയിനോനിയ, അവരുടെ ഫെലോഷിപ്പ് എന്നുള്ളതായിട്ടുള്ള ഒരു വാക്കാണ്. നമുക്ക് അതിനെ കുറിച്ച് വീണ്ടും നമുക്ക് വരാം. സോ അതിലേക്ക് നമുക്ക് വരാം. ഞാനിത് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. സോ ഇവര് 3 രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പിന്നീട് പഴയ നിയമങ്ങളൊക്കെ നോക്കിയാൽ ഈ ഒരു അബ്രഹാം മേമ്രയുടെ തോപ്പിലിരിക്കുന്ന സമയത്ത് 3 ആളുകൾ എന്താണ് അബ്രഹാമിനെ വിസിറ്റ് ചെയ്തതായിട്ടും അവിടെ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതായിട്ടും
അവർ സോദോമിലേക്ക് പോയതായിട്ടൊക്കെ കാണും. അതൊരു ത്രിത്വത്തിന്റെ ഒരു നിഴലായിട്ട് ചില ആളുകൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. സോ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു വന്ന ആ ഒരു കാര്യം ഞാൻ ഇങ്ങനെ സമ്മറൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. 7:40 ആയല്ലോ, സമ്മറൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ നമ്മൾ ചിന്തിച്ചു വന്ന ഇതാണ്, അതായത് നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പലതരം ഉപദേശങ്ങളും വഷളത്തരങ്ങളും എന്താണ് പെരുകുന്ന അല്ലെങ്കിൽ കർമ്മരസമാകുമാറ് അവരുടെ പോകേച്ചയെ അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെ ന്യായീകരിക്കത്തക്ക രീതിയിൽ ഉപദേശങ്ങൾ കൊണ്ടുവരികയും അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കാനായിട്ട് അവസരം നൽകുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ പെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത് നാം അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം അന്ത്യകാലത്തിന്റെ ലക്ഷണം അതാണ്. ഈ പ്രത്യേകിച്ച് ദൈവത്വത്തിന്റെ ഈ ത്രിത്വ ഉപദേശത്തെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഒരു സാത്താന്റെ ഒരു അജണ്ട ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1-ാം നൂറ്റാണ്ടിൽ അത് ആര്യസിനെ ഉപയോഗിച്ചു. പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ അത് പല രൂപത്തിൽ വന്നു. ഇപ്പോൾ അത് യഹോവ വിറ്റ്നസസ് ആൻഡ് ഇന്നത്തെ കാണുന്നതായിട്ടുള്ള വൺനെസ് പെന്റിക്കോസ്റ്റൽസ് അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ, മുസ്ലിം അപ്പോളജിസ്റ്റുകളെല്ലാം ഈ ദൈവത്വത്തെ, ഈ ത്രിത്വോപദേശത്തെ നിരാകരിക്കാനായിട്ടും ഒക്കെ യേശു കർത്താവ് ഒരു ഡെമി ഗോഡായിട്ട് ചിത്രീകരിക്കാനായിട്ടും ഒക്കെ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ത്രിത്വം എന്ന് പറയുന്ന ആ ഒരു വാക്ക് വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും ദൈവം ത്രിയേകനായിട്ടാണ് ബൈബിളിൽ ഉടനീളം വെളിപ്പെട്ടത്. മേമറയുടെ തോപ്പിൽ തുടങ്ങി നമുക്ക് അതിന്റെ ആ ഒരു അതായത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്കിൽ തുടങ്ങി വരുവിൻ എന്നുള്ള പ്ലൂറാലിറ്റിയിലാണ് തുടങ്ങുന്നത്. വരുവിൻ, നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, പ്ലൂറാലിറ്റിയിൽ അങ്ങ് തുടങ്ങി മേമറയുടെ തോപ്പിൽ മൂന്ന് വ്യക്തികളായിട്ട് അവർ വന്നു. അതിനുശേഷം പിന്നീട് ഏകനായിട്ട് വെളിപ്പെട്ടു. യേശു കർത്താവ് പുതിയ നിയമത്തിലേക്ക് വന്ന സമയത്ത് എന്താണ് നാം കണ്ടത്? യേശു കർത്താവിന് ദൈവമായിട്ട് ഈ യേശു കർത്താവിന്റെ യഹൂദന്മാരായ ശിഷ്യന്മാര് വിശ്വസിക്കുകയും യേശു കർത്താവിന് ദൈവമായിട്ട് ആരാധിക്കുകയും ചെയ്തു. അതിനുശേഷം യേശു കർത്താവ് ഉദ്ധിതനായതിനു ശേഷം പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ ഒരു പ്രസൻസ് ആയി, ദൈവത്തിന്റെ സാന്നിധ്യമായി പരിശുദ്ധാത്മാവിനോട് അവർ തിരിച്ചറിയുകയും പരിശുദ്ധാത്മാവിനെയും ദൈവമായിട്ട് അവരെ കരുതുകയും ഈ യേശു കർത്താവിനുള്ള തുല്യസ്ഥാനം പരിശുദ്ധാത്മാവിനും കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നാം ഈ സ്ക്രീനിൽ കാണുന്ന പോലെ 3 ആളത്വങ്ങളായിട്ട് അവര് മനസ്സിലാക്കി. ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ദൈവം ഏകനാണ്. ദൈവത്തിൽ വാട്ട് ഈസ് ഇൻ ഗോഡ് ഹെഡ് എന്ന് ചോദിച്ചാൽ ദൈവത്തിൽ പിതാവുണ്ട്, പിതൃത്വമുണ്ട്, 2 പുത്രനുണ്ട്, ആൻഡ് ദെൻ പരിശുദ്ധാത്മാവുണ്ട്. പിതാവ് എന്ന് പറയുന്നത്, പിതാവായ ദൈവം എല്ലാത്തിന്റെ അടിസ്ഥാനമാണ്. പുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. ഈ പുത്രനിൽ നിന്ന് പിതാവിൽ നിന്ന് പുറപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവ്. സിമ്പിൾ ടേംസ് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ 3 ആളത്വങ്ങൾ കൂടിയ ഏക ദൈവം. അതായത് പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ, ഈ പുത്രനും പിതാവും പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ഒരു മീഡിയത്തിലൂടെ ഒന്നായിരിക്കുന്നു എന്ന് ഇന്റർപെനിട്രേഷൻ പെരിക്കോറിസിസ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ആയിരിക്കുന്നു. അപ്പൊ നമ്മളിനി അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഈച്ച് പേഴ്സൺ ഷെയർസ് ഇൻ ദ ലൈഫ് ഓഫ് അതർ 2. ഇതാണ് പെരിക്കോറിസിസ് എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം. അതായത് പിതാവ് പുത്രനുള്ളത് ഷെയർ ചെയ്യുന്നു, പിതാവ് പരിശുദ്ധാത്മാവ് പുത്രനുള്ളത് ഷെയർ ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനുള്ളത് എന്തൊക്കെയുണ്ടോ അവർ പരസ്പരം ഷെയർ ചെയ്തിരിക്കുന്നു. അവർ ഒരുമിച്ചായാണ് ഇന്റർപെനിട്രേഷനാണ്. സോ അതിനൊരു വാക്കാണ് ജോൺ ഡി സിസിലസ് എന്ന് പറയുന്ന ഒരു തിയോളജിയൻ, അദ്ദേഹം ഈ അടുത്തിടെയാണ് മരിച്ചത്. അദ്ദേഹം ഒരു വാക്കാണ് കൊയിനോനിയ എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. സോ നമ്മൾ മനസ്സിലാക്കണം, ട്രിനിറ്റി എന്ന് പറയുന്നത് ഒരു ഫെലോഷിപ്പ് ആണ്, ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട്, ട്രാൻസ്പെറൻസി ഇൻ റിലേഷൻഷിപ്പ് ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സോ നമ്മുടെ കുടുംബജീവിതമായാലും നമ്മുടെ സഭാജീവിതമായാലും നമ്മുടെ ഏത് തരത്തിലുള്ള ജീവിതമായാലും അതിന്റെ എല്ലാം അൾട്ടിമേറ്റ് ആത്യന്തികമായിട്ടുള്ള ഒരു മാതൃക എന്ന് പറയുന്നത് ട്രിനിറ്റി ഫംഗ്ഷൻ ചെയ്യുന്നത് പോലെ ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ട്രിനിറ്റി ഒരു ഫെലോഷിപ്പ് ആണ്. ട്രിനിറ്റിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റോൾസ് ഉണ്ട്. പിതാവിന്റെ റോളിൽ പുത്രൻ ഇടപെടുന്നില്ല, പുത്രന്റെ റോളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നില്ല, അല്ലെങ്കിൽ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ ആ പ്രവൃത്തിയിൽ പിതാവ് ഇടപെടുന്നില്ല. സോ മ്യൂച്വലി അവരുടെ റോൾസ് ഡിഫൈൻ ചെയ്യുകയും അവര് റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ഫാമിലി ലൈഫിലേക്ക് നോക്കുക. ഫാമിലിയിൽ ഹസ്ബൻഡ് ഈസ് ദ ഹെഡ് ആൻഡ് ദെൻ എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. ദെൻ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു തത്വത്തെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ ആ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നത്. സോ ഒരു കുടുംബ ജീവിതത്തിന്റെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫങ്ഷനിങ്ങിന് ഈ ട്രിനിറ്റി വളരെ നല്ല രീതിയിൽ നമുക്ക് ആ ട്രിനിറ്റി നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി,
അത് പിതാവ് ചെയ്യുന്ന കാര്യങ്ങൾ പുത്രനിൽ നിന്ന് മറച്ചു വെക്കുന്നില്ല. പരിശുദ്ധാത്മ ചെയ്യുന്ന കാര്യങ്ങൾ പുത്രനും പിതാവിനും അറിയാം. ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നോക്കുക, ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു കുടുംബജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മ്യൂച്വൽ അക്കൗണ്ടബിലിറ്റി, ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിതാവിന് തോന്നിയ പോലെ പുത്രന് തോന്നിയ പോലെ പരിശുദ്ധാത്മാവിന് തോന്നിയ പോലെ അല്ല ചെയ്യുന്നത്. ദേ ആർ മ്യൂച്വലി അക്കൗണ്ടബിലിറ്റി. സോ ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സഭാജീവിതത്തിൽ എടുക്കുക, കുടുംബജീവിതം എടുക്കുക, ഏത് റിലേഷൻഷിപ്പ് എടുത്താലും ദർ ഇസ് എ ഫെലോഷിപ്പ്. ആ ഒരു കൂട്ടായ്മയുടെ ബന്ധം നമ്മൾ ശരിക്കും അനുഭവിച്ചറിയണം. സോ ആ കൂട്ടായ്മ ഉള്ളപ്പോൾ തന്നെ എല്ലാം ആകുമ്പോൾ തന്നെ ഒരു ക്രമമുണ്ട്, ഒരു ഓർഡർ ഉണ്ട്. സഭയിൽ എൽഡർ ഉണ്ട്, കുടുംബമാകുമ്പോൾ ഹസ്ബൻഡിന്റെ റോളുണ്ട്. സോ അങ്ങനെ ആ ഒരു റോളുണ്ട്. ഇതെല്ലാം ആ ട്രിനിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി ഇൻ റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് നാം ഉപയോഗിക്കേണ്ടത്. ദെൻ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത്, ചലഞ്ച് ബിഫോർ അസ് ഈസ് റെപ്രസെന്റേഷൻ ഓർ റീപ്രസെന്റേഷൻ ഓഫ് ട്രിനിറ്റി ഇൻ അവർ റിലേഷൻഷിപ്പ് ആണ്. ഇതാണ് നാം ഇന്ന് നേരിടുന്ന ഒരു വലിയൊരു വെല്ലുവിളി. ഇത് തൃത്വം എന്ന് പറയുന്നത് ഒരു വലിയൊരു ആശയമായിട്ടോ ഒരു പഠിപ്പിക്കലായിട്ടോ ഒക്കെ നാം കാണുന്നു. എന്നാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഹൗ മച്ച് വി ആർ റെപ്രസെന്റ് ഓർ റീപ്രസെന്റ് ട്രിനിറ്റി ഇൻ അവർ റിലേഷൻഷിപ്പ് വിത്ത് our church, in our relationship with our family, in our relationship with our peers, our co-workers. ഈ ഒരു രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് ട്രിനിറ്റേറിയൻ ബേസിൽ ബിൽഡപ്പ് ചെയ്താൽ ആ സഭ, ആ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും എന്നുകൂടെ പറഞ്ഞ് ഞാനിതിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനിതിവിടെ പറഞ്ഞോളാം, അതിവിടെ പറഞ്ഞോളാം, ഓർത്തിരിക്കാനാണ് ഞാനിതിവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ദൈവം ഒന്നാണെന്ന് വിചാരിക്കുക. പിതാവുമില്ല, പുത്രനുമില്ല, പരിശുദ്ധാത്മാവും ഇല്ല. ഇപ്പൊ മുസ്ലിങ്ങളൊക്കെ പറയുന്നത് പോലെ ആണ്, അല്ലെങ്കിൽ യഹൂദന്മാർ വിശ്വസിക്കുന്ന പോലെ അങ്ങനെ ആ ഒരു ദൈവം ഏകനാണെന്ന് വിചാരിക്കും. ദൈവം ഏകനാണെന്ന് വിചാരിച്ചാൽ അതിനകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ ലവ് പോലെയുള്ള വികാരങ്ങളൊന്നും ദൈവത്തിനെ പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ മാധ്യമം ഇല്ല. ദെൻ ദൈവത്തിന്റെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനായിട്ട്, കരുണയുള്ള അള്ളാഹു വലിയവനാണെന്ന് കാണിക്കാനായിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വലിപ്പം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മനുഷ്യരിലാണ്. സോ മനുഷ്യരില്ലെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല, അള്ളാഹുവിന്റെ ആ വലിപ്പത്തെ മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഏകത്വത്തിലുണ്ട്. എന്നാൽ ട്രിനിറ്റേറിയൻ ഫെയ്ത്തില് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. ദൈവത്തിന് ഒരു കുറവും നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കില്ല. ദൈവത്തിന്റെ ഉണ്മയില് അങ്ങനെ തന്നെ ആയിരിക്കുന്നു. ഇത് ബൈബിളിൽ ഇങ്ങനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. നമ്മളത് വിശ്വസിക്കുന്നു, അതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ജീവിക്കുന്നു. ഇതിനോട് ആരെങ്കിലും പ്രതിവാദം വന്നാൽ നമുക്ക് പ്രതിവാദം പറയാനായിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ അതിനൊക്കെ തർക്കിക്കാനും വാദിക്കാനും പോകുന്നതിനേക്കാളൊക്കെ ഉപരി ഞാൻ ഈ ജോൺ ഡി സിസ്ലസ് പറഞ്ഞ പോലെ ദ ചലഞ്ച് ബിഫോർ അസ് ഈസ് റെപ്രസെന്റേഷൻ ഓഫ്, അല്ലെങ്കിൽ റീപ്രസെന്റേഷൻ ഓഫ് ട്രിനിറ്റി ഇൻ അവർ ഫാമിലി ലൈഫ്. അതായത് നോക്കണേ, നമ്മൾ ആ ദൈവത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ട്രിനിറ്റിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിതാവ് ആരെയും ന്യായം വിധിക്കുന്നില്ല, ന്യായവിധി മുഴുവൻ പുത്രന് കൊടുത്തു. പിതാവിന് സർവ്വശക്തി ഉണ്ടെങ്കിലും സൃഷ്ടിക്കാനായിട്ട് ദൈവം പുത്രനെയാണ് ഏൽപ്പിച്ചത്. ദെൻ അതൊക്കെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഈ പുത്രൻ സർവ്വശക്തി ഉണ്ടെങ്കിലും പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈക്വൽ ആണ്, ബട്ട് ഈ സബോർഡിനേറ്റ് ടു ഹിസ് ഫാദർ. ഇതൊക്കെ നമ്മള് അതുപോലെ പിതാവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ എത്രമാത്രം താഴ്മയും അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ ഇന്റർപെനിട്രേഷൻ ഒക്കെ വളരെ ആവശ്യമാണ്. അത് നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടാതെ തന്നെ വളരെ ആവശ്യമാണ് നമ്മൾ ചിന്തിക്കണം. സോ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ സാംചാരങ്ങൾ പഠിപ്പിക്കുമായിരിക്കും. ഇതൊരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഒരു തിയോളജിക്കൽ ഒരു ബേസ് ആയിട്ട് ഇതിരിക്കട്ടെ. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു സംശയം ചോദിച്ചോട്ടെ, കേൾക്കാമോ? കേൾക്കാം. എനിക്കൊരു സംശയമാണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പറയുന്നുണ്ടല്ലോ. അപ്പൊ ഉൽപ്പത്തി പുസ്തകം സ്റ്റാർട്ടിങ് 1-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, ഈ ആത്മാവിന്റെ കാര്യം പറയുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. പക്ഷെ അതിനുശേഷമല്ലേ പുത്രൻ വന്നേ? അപ്പം ഓൾറെഡി പിതാവും ആത്മാവും അല്ലായിരുന്നു ഉണ്ടായിരുന്നു, അതിന് ശേഷമല്ലേ പുത്രൻ വന്നേ?
അല്ലല്ല, അത് അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ അതെ. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എന്തിന് സംശയം എന്താണ്? എനിക്കപ്പം ഇതിന് ശേഷമല്ലേ പുതിയ നിയമത്തിലല്ലേ കർത്താവ് അവതരിച്ചെന്നുള്ള കാര്യം എനിക്ക് സംശയം വന്നേ. പിന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് ആ പുതിയ നിയമത്തിലായിരിക്കാം, പക്ഷെങ്കിൽ ദൈവത്വത്തിൽ പുത്രൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ പഴയ നിയമത്തിൽ അങ്ങനെ ആത്മാവ് പ്രവർത്തിക്കുന്നതായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാണുന്നില്ല. ദൈവം അവരോട് നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ അല്ല അല്ല, പ്രവാചകന്മാരോട്? മനുഷ്യന്റെ എന്റെ ആത്മാവ് സദാകാലം മേലെ വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്നുള്ള വാക്യങ്ങളൊക്കെ ബൈബിളിലുണ്ട്. അതൊരു കോൺസെപ്റ്റ് ഓഫ് പ്രോഗ്രസീവ് റെവലേഷൻ. പുള്ളി അതാ ചോദിക്കുന്നത്. പഴയ നിയമത്തിലില്ല, പക്ഷെ പുതിയ നിയമത്തിലുണ്ട്. പക്ഷെ പുതിയ നിയമത്തിലല്ല പെർമനന്റ് ആയിട്ട് ഉള്ളത് പരിശുദ്ധാത്മാവ്. സ്ഥിരമായ ഒരു ആത്മാവിനെ തരണമെന്ന് ദാവീദ് പറയുന്നുണ്ടല്ലോ. അല്ല, ഇത് ബിനോയ് ബ്രദർ പറഞ്ഞോളൂ. പ്രോഗ്രസീവ് റെവലേഷൻ, അത് ബ്രദറെ മലയാളത്തിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? വെളിപ്പാട്, വെളിപ്പെടുത്തുന്ന ദൈവം പ്രോഗ്രസീവ് ആയിട്ടാ, എല്ലാം ഒറ്റയടിക്ക് ജെനിസിസ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ എല്ലാം ഇല്ല. ഇറ്റ്സ് എ പ്രോഗ്രസീവ് റെവലേഷൻ. അതുകൊണ്ട് നമ്മൾ ജോൺ 1, ഫോർ എക്സാമ്പിൾ, ഏരിയസ് അഗേൻസ്റ്റ് ഇറ്റ് യൂസ് ചെയ്ത ജോൺ 1 അല്ലേ? ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. സോ ദ റെവലേഷൻ ഇസ് പ്രോഗ്രസീവ് till the last book of scripture. So Old Testament എല്ലാം കാണാൻ ചാൻസ് ഇല്ല. It's a dim light, but full light is revealed in the New Testament. മാത്രമല്ല രഞ്ജിത്തെ, വാക്കുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ആ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഓരോ പ്രാവശ്യവും ദൈവം അത് ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ദൈവത്തിന്റെ വാക്കാ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം അവിടെ തന്നെ ഉണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. മാത്രമല്ല നമുക്ക് ഉണ്ടാക്കാം എന്നാ പറഞ്ഞേ. ത്രിയേക ദൈവം ഉണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞേ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട can I say also one thing? Yes. About ട്രിനിറ്റിയെ പറ്റി ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഇവിടെ ഉണ്ട്, ജെനസിസിൽ ഈ പറഞ്ഞ പോലെ പിതാവും പരിശുദ്ധാത്മാവിനെയും പറ്റി സംസാരിക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത് നമ്മൾ അരമേയ ട്രാൻസ്ലേഷൻ നോക്കുവാണെങ്കിൽ ദൈവം ആദാമിന്റെ കൂടെ ഏദൻ തോട്ടത്തിൽ നടന്നു എന്ന് പറയുമ്പോൾ അവിടെ അരമേയ ഭാഷയിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ദൈവത്തിന്റെ വാക്ക് ആദാമിന്റെ കൂടെ നടന്നു എന്നാണ്. ദ വേർഡ് ഓഫ് ഗോഡ് വാക്ക്ഡ് വിത്ത് ആഡം. ഐ എം നോട്ട് ഷുവർ വാട്ട് ദ വേർഡ് ഫോർ വേർഡ് ഇൻ മലയാളം ഇസ്. പക്ഷെ ആ വാക്കാണ് ആദാമിന്റെ കൂടെ നടന്നത്. വേർഡ് ഓഫ് ഗോഡ് വാക്ക്ഡ് വിത്ത് ആഡം ഇൻ ദ ഗാർഡൻ ഓഫ് ഈഡൻ. അത് പിന്നെയും ദൈവത്തിന്റെ വാക്ക് ഓർ വചനം പിന്നെയും വരുന്നത്. Vajanam meaning not the written scripture, I'm talking about the word of God, is seen when we see people of God, Noah, Abraham, ഇങ്ങനെ ദൈവത്തെ കാണുന്നു, ദൈവത്തിന്റെ കൂടെ നടക്കുന്നു, എന്നിട്ട് അവർ മരിക്കുന്നില്ല. എന്നിട്ട് ഷിംഷോനിന്റെ പേരൻസ് അവര് ദൈവത്തെ കാണുന്നു, എന്നിട്ട് ദൈവത്തെ കണ്ടു കഴിഞ്ഞിട്ട് അവര് ഒരു ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തോ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഫയർ വന്ന് അത് സാക്രിഫൈസിനെ എടുക്കും. അപ്പം then the parents realize that they have seen God. And അപ്പം ആ കാണുന്ന ഏഞ്ചൽ ഓഫ് ഗോഡ് is actually God himself. മോശയുടെ കൂടെ നടന്ന ദൈവം, അത് ഏഞ്ചൽ ഓഫ് ഗോഡ്. ദാറ്റ് ഇസ് ഓൾ റെഫറിങ് ടു ആക്ച്വലി ജീസസ് ക്രൈസ്റ്റ്. അത് ഫാദറിനെയോ പരിശുദ്ധാത്മാവിനെയോ അല്ല, ഇറ്റ് ഇസ് ആക്ച്വലി റെഫറിങ് ടു ജീസസ് ക്രൈസ്റ്റ് എന്നാണ് കൂടുതലും പറയുന്നത്. സോ ദിസ് ഇസ് കോൾഡ് ദ പ്രീ ഇൻകാർണേറ്റ് അപ്പിയറൻസസ് ഓഫ് ക്രൈസ്റ്റ്. പ്രീ ഇൻകാർണേറ്റ് എന്ന് വെച്ചാൽ മറിയാം കൂടെ അല്ലാതെ അതിനു മുമ്പേ യേശുക്രിസ്തു വന്ന് നമ്മളെ ആൾക്കാരെ കാണിച്ചതാണ് ദ പ്രീ ഇൻകാർണേറ്റ് അപ്പിയറൻസസ് ഓഫ് ക്രൈസ്റ്റ്. സോ അവിടെ ഒന്നുണ്ട്. പിന്നെ അതല്ലാതെ യെശയ്യാ പുസ്തകത്തിനകത്ത് ചാപ്റ്റർ 42 വേഴ്സ് 1 നമ്മൾ 3 പേരെയും കാണാൻ പറ്റുന്നുണ്ട്. 42 വേഴ്സ് 1 ഞാൻ വായിക്കാം. ഐസയ 42 വേഴ്സ് 1, ബിഹോൾഡ് മൈ സെർവന്റ് ഹും ഐ അപ്ഹോൾഡ്. എന്ന് വെച്ചാൽ ഞാനുണ്ട്, എൻ്റെ സെർവൻറ്റും ഉണ്ട്. 2 പേരുണ്ട് അവിടെ. ബിഹോൾഡ് മൈ സെർവന്റ് ഹും ഐ അപ്ഹോൾഡ്, മൈ ചോസൺ വൺ ഇൻ ഹൂം മൈ സോൾ ഡിലൈറ്റ്സ്.
I have put my spirit upon him. ഇവിടെ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം ഞാനുണ്ട്, എൻ്റെ സെർവൻ്റ് ഉണ്ട്, എൻ്റെ സ്പിരിറ്റും ഉണ്ട്. അപ്പം 3 പേരുണ്ട് ഇവിടെ. അല്ലാതെ നമുക്ക് ഐസായ 48 വേഴ്സ് 16 കാണാം. ഐസായ 48 വേഴ്സ് 16 Come near to me, listen to this. From the first I have not spoken in secret. From the time it took place I was there, and now the Lord God has sent me and his spirit. അപ്പം ദൈവം 2 പേരെ അയക്കുന്നുണ്ട്. ദൈവം അയക്കുന്നത് എന്നെയും അയക്കുന്നുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ സ്പിരിറ്റിനെയും അയക്കുന്നുണ്ട്. സോ അവിടെയും 3 പേരെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ there's one more verse also, that is Isaiah 63 verses 8 to 10. Isaiah 63 verse 8 to 10 is very interesting because it is like I'll just read this part. For he said, surely they are my people, sons who will not deal falsely. So he became their savior. In all their affliction he was afflicted, and the angel of his presence saved them. In his love and in his mercy he redeemed them, and he lifted them and carried them all the days of old. But they rebelled and grieved his Holy Spirit. Therefore he turned himself to become their enemy. He fought against them. So ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരാള് 8ാം വാക്യത്തിൽ ഒരാള് സംസാരിക്കുന്നുണ്ട്. ആ ആള് വേറെ ഒരാളെ പറ്റിയാണ് സംസാരിക്കുന്നത്. For he said, surely they are my people, sons who will not deal falsely. So he became their savior. അപ്പൊ അത് ഫാദർ ആയിരിക്കാം. 9ാം വാക്യം സൺ ആയിരിക്കാം. In all their affliction he was afflicted, and the angel of his presence saved them in his love. And so it may be. And then 10ാം വാക്യത്തിൽ Holy Spirit ഉണ്ട്. അപ്പം even if we are not sure if the Father is mentioned here, definitely Son and Holy Spirit is mentioned here. അതുപോലെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ പ്രോഗ്രസീവ് റെവലേഷൻ ആയിട്ടാണ് വരുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഒറ്റയടിക്ക് തന്നെ ആദ്യമേ ദൈവം പറയുന്നു ഐ എം വൺ ഗോഡ് ഇൻ 3 persons. അങ്ങനെ ഒരു ഫോർമുലൈക് ഇതിലല്ല പറയുന്നത്. ഇറ്റ് ഇസ് എ നാരറ്റീവ്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ ദാറ്റ്. ഓക്കെ, നമ്മൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒന്ന് ഈ യോഹന്നാന്റെ സുവിശേഷം കേൾക്കാമല്ലോ? യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വചനം എന്ന് പറയുന്നത് ലോഗോസ് എന്നുള്ളൊരു വാക്കാണ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കുള്ളൊരു മലയാള വാക്ക് മൂല കാരണം എന്നാണ്. അതായത് എന്താണ്, സോഴ്സ് ഓഫ് ഓൾ ബീയിങ്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സോഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മൂല കാരണം എന്നാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. സകലത്തിന്റെയും മൂല കാരണമായ ആണ് വചനം എന്നുള്ള വാക്ക്, ലോഗോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അത് മലയാളത്തിലേക്ക് വന്നപ്പോഴാണ് വചനം, അത് നമ്മൾ വാക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അതിന്റെ ശരിക്കുള്ള ഒരു അർത്ഥം ഇത് തന്നെയാണ്. സോ ഈ പ്രോഗ്രസീവ് റെവലേഷൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ദൈവത്തിൽ പ്ലൂറാലിറ്റി ഉള്ളത്, ബഹുത്വം ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് വീട്ടിൽ പോയി വായിച്ചു നോക്കും. എത്ര മനോഹരമായിട്ടുള്ള ഒരു വാക്ക്, ഒരു ദൈവത്തിന്റെ ഒരു എന്താണ്, ഒരു അപ്പിയറൻസ് ആണ്. അബ്രഹാമിനോടും ലോത്തിനോടും ഒക്കെ ആ ഒരു ഇതിൽ തന്നെ 3 പേരായിട്ട്, വ്യക്തിത്വങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ആ യേശു കർത്താവിന്റെ സ്നാനത്തിന്റെ സമയത്ത് സ്വർഗം തുറന്നു, എന്റെ പ്രിയപുത്രൻ പിതാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ വന്നിറങ്ങുന്നു യേശു കർത്താവ്. അങ്ങനെ 3 വ്യക്തിത്വങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഈ 3 പേരും ഒരേപോലെ തന്നെ ദൈവമാണ്. എന്താണ്, ഒരു കുറവുമില്ല. 3 persons ഒരേ ഊസിയ, ഒരേ സബ്സ്റ്റൻസ് ഉള്ള ആളുകളാണ്. സോ ഞാൻ ഈ പറഞ്ഞത് ഒരു ഉപദേശപരമായിട്ട് മാത്രം നിൽക്കാതെ ഇവരുടെ ആ ഒരു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവും തമ്മിൽ ഉള്ള ഒരു ബന്ധം, ആ കൂട്ടായ്മ, അവിടെ ട്രാൻസ്പെറൻസി, അവിടെ സ്നേഹം, അവിടെ കൂട്ടായ്മ, ഇതൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തിലും സഭാ ജീവിതത്തിലൊക്കെ ഒന്ന് റീപ്രസെന്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക്, നമ്മുടെ സഭകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അത് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിൽ ഈ തൃത്വോപദേശം ലൈഫിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഇതിനകത്ത് ആടി ഉടഞ്ഞു പോകേണ്ട കാര്യമില്ല. യൂട്യൂബിൽ ഒരുപാട് ആളുകളൊക്കെ പറയും, ബട്ട് വി ആർ നോട്ട്, അതിനെക്കുറിച്ച് അഫ്രൈഡ് ആകേണ്ട കാര്യമില്ല. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉപദേശങ്ങളിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. താങ്ക് യു. വണ്ടർഫുൾ ടൈം. നമുക്കത് ഇനിയും കൂടെ നമുക്ക് സമയം എടുത്താൽ നമുക്ക് കേൾക്കാനുള്ള സബ്സ്റ്റൻസ് ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ഒരു സെഷൻ നമുക്ക് എടുക്കാം.
സുജോയ് സോറൻ പറഞ്ഞതുപോലെ തന്നെ യേശു കർത്താവ് ഭൂമി സൃഷ്ടിച്ചപ്പോഴും ഇതിന് 3 പേര് ഇത് നമുക്ക് കാണാൻ പൂർണ്ണമായിട്ട് അവിടെ കണ്ടില്ലെങ്കിൽ 3 പേര് പ്ലൂറൽ അവിടെ എലോഹിം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുതിയ നിയമത്തിൽ നമ്മൾ പല റെഫറൻസസ് പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് നമുക്ക് ഇല്ലെങ്കിലും കൂടെ നമുക്ക് പല ചിത്രങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് എടുത്തു പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അത് അറിയുന്ന രീതിയിൽ പല റെഫറൻസസ് നമുക്ക് കർത്താവിന്റെ ജനനത്തില്, കർത്താവിന്റെ സ്നാനത്തില്, കർത്താവിന്റെ മരണത്തില്, പുനരുത്ഥാനത്തിൽ എല്ലാത്തിനകത്ത് 3 പേരുടെയും ചിത്രം അവിടെ കാണാൻ സാധിക്കും എന്നുള്ളത് നമുക്ക്. നമ്മൾ സ്നാനപ്പെടുമ്പോൾ കൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുടെ നാമത്തില സ്നാനപ്പെടാൻ എല്ലാം കർത്താവ് നമ്മളെ അത് വ്യക്തമായിട്ട് പരിശുദ്ധ നമ്മൾ പഴയ പുതിയ നിയമത്തിൽ അത് കാണാൻ സാധിക്കും. എന്ന് നമുക്ക് ഒത്തിരി പറയാനും കേൾക്കാനും ഉള്ള ടോപ്പിക്കാ. ഇത്രയും ചുരുങ്ങിയ സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് സുജോയ് സോറിനെ എടുത്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവം അനുവദിച്ചാൽ കൂടുതൽ സമയം പിന്നിലെടുക്കാം. താങ്ക് യു സുജോയ് വെരി മച്ച് ആൻഡ് താങ്ക് യു ഫോർ ദ ഹെൽത്തി ഡിസ്കഷൻ. ചോദ്യം ചോദിച്ചതെല്ലാം പലർക്കും അത് ഉപയോഗമായി തീർന്നു കാണും എന്നുള്ളൊരു സംശയമില്ല. ദൈവം നമ്മളെ കൂടുതൽ കർത്താവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ, ഇത്രയും വലിയ ദൈവത്തെ നമുക്ക് ഒരു ക്ലാസ്സിൽ മുഴുവനുമായിട്ട് എല്ലാം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കത്തില്ലല്ലോ. ദൈവം ഇത്രയും സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയോടെ അടുത്ത സെഷൻസ് നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പലരും വന്ന് ജോയിൻ ചെയ്തു. ഇനിയും വരും ദിവസങ്ങളിൽ കൂടെ നമുക്ക് ഈ നമ്മുടെ പഠനം വളരെ ഹെൽപ്ഫുൾ ആയിട്ടും എഡിഫൈങ് ആയിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് ഉത്തേജനമായി തീരാൻ നമ്മൾ പ്രാർത്ഥനയോടെ വരാം. ദൈവം നമ്മളെ സഹായിക്കുമാറാട്ടെ. ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ആരെങ്കിലും പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കാമോ? കർത്താവേ, സ്തോത്രം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ സഹായിച്ചതിന് വേണ്ടി സ്തുതിക്കുന്ന സമയം അനുഗ്രഹിച്ച് തന്നതിന് വേണ്ടി സ്തോത്രം. സുജോയ് ബലപ്പെടുത്തിയതിന് വേണ്ടി സ്തോത്രം. കർത്താവേ, ഇനിയും ഞങ്ങൾ വരും ദിവസങ്ങളും അങ്ങനെ വചനം പഠിക്കുമ്പോഴും ഞങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധാത്മാവോടെ നടത്തിപ്പനുസരിച്ച് ഓരോ ഞങ്ങൾ കാര്യം പഠിക്കാനും, കർത്താവെ അങ്ങയെക്കുറിച്ച് അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ, ആഴമേറിയ സത്യങ്ങളുണ്ടല്ലോ, അത് വ്യക്തമായിട്ട് അത് പഠിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവോടെ സഹായത്തോടെ അത് പഠിക്കാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് വേണ്ടി സ്തോത്രം. കൂട്ടിക്കൊള്ളുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി സ്തുതിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. താങ്ക് യു സുജോയ്. ആമേൻ. God bless you.